അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മരിച്ചവരെ അള്ളാഹു എഴുന്നേൽപ്പിക്കുകയില്ലെന്ന് അള്ളാഹുവിനെ പിടിച്ച് അവർ ആണയിടുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ ഒരു സത്യവാഗ്ദാനമാണ് അത്. അധികം ആളുകൾക്കും പക്ഷേ വിവരമില്ല. നന്മ കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും ചെയ്തുകൊണ്ടും പുനരുത്ഥാന നാളിലെ വിചാരണയെപ്പറ്റി ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ടും മനുഷ്യരിലേക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ വരാൻ തുടങ്ങിയ കാലം മുതൽ ഈ പുനരുത്ഥാനത്തിൻ്റെ പ്രശ്നം ഭൂരിപക്ഷം ആളുകൾക്കും ഒരു പ്രശ്നമാണ്. ഇവിടെ മുശ്രിക്കുകളായ ഖുറൈശികൾ അള്ളാഹുവിനെ പിടിച്ച് ആണയിട്ട് പറയുകയാണ്, മരിച്ചവരെ അള്ളാഹു പിന്നെയും ജീവനിട്ട് എഴുന്നേൽപ്പിക്കുകയില്ലെന്ന്. അതേസമയം അവർ അള്ളാഹുവിൻ്റെ അസ്തിത്വം അംഗീകരിക്കുന്നവരുമായിരുന്നു. പക്ഷേ കുഴിമാടങ്ങളിൽ നിന്ന് ആളുകളെ അള്ളാഹു പുനർജനിപ്പിക്കുമെന്ന കാര്യം അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. എല്ലും പൊടിയുമായി മണ്ണോട് ചേർന്നവർക്ക് വീണ്ടും ജീവനിട്ട് കൊടുക്കുന്നത് അള്ളാഹുവിന് വളരെ പ്രയാസമുള്ള കാര്യമാണെന്നായിരുന്നു അവരുടെ കണ്ടെത്തൽ. ആദ്യമായി ജീവൻ്റെ അത്ഭുതത്തെപ്പറ്റി അവർ മറന്നു. ദൈവിക ശക്തിപ്രഭാവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അവർ അശ്രദ്ധരായി. മനുഷ്യൻ്റെ ഭാവനകളും സിദ്ധികളുമായി ഒരു നിലക്കും തുലനം ചെയ്യാനാവാത്തതാണത്. ഒരു വസ്തുവിനെ ഉണ്ടാക്കുക എന്നത് ആ ശക്തിക്ക് ഒരു പ്രശ്നമേയല്ല. ആ വസ്തു ഉണ്ടാകണമെന്ന ഹിതം ഒരു ശാസനയായി അതിൽ നിന്ന് പുറത്തേക്ക് വരികയേ വേണ്ടു. അതുപോലെ പുനരുത്ഥാനത്തിലടങ്ങിയ അള്ളാഹുവിൻ്റെ യുക്തിയെക്കുറിച്ചും ഈ ജനങ്ങൾ ആലോചിച്ചില്ല. ഈ ദുനിയാവിൽ ഒരു കാര്യവും അതിൻ്റെ പൂർണ്ണതയിലും എത്തുകയില്ല. സത്യത്തെയും അസത്യത്തെയും കുറിച്ചും സന്മാർഗത്തെയും ദുർമാർഗത്തെയും കുറിച്ച് നന്മയെയും തിന്മയെയും കുറിച്ച് ഇവിടെ ആളുകൾ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വക കാര്യങ്ങളിൽ ഈ ഭൂമിയിൽ വെച്ച് അവർക്കിടയിൽ അന്തിമമായ ഒരു തീർപ്പ് കൽപ്പിക്കപ്പെടുന്നില്ല. കാരണം തീർപ്പ് കൽപ്പിച്ച് രക്ഷാശിക്ഷകൾ നൽകുന്നത് ഈ ലോകത്ത് നിന്ന് നീട്ടിവെക്കണമെന്നതായിരുന്നു അള്ളാഹുവിൻ്റെ നിശ്ചയം. അതുകൊണ്ട് എല്ലാ കാര്യവും തീരുമാനിച്ച് ഫലം നൽകുന്നത് അവൻ പരലോകത്തേക്ക് നീട്ടിവെച്ചു. ഖുർആൻ അക്കാര്യത്തിലുള്ള ആളുകളുടെ സംശയം തീർക്കാനുള്ള മറുപടിക്ക് മുമ്പേ തീർത്തും നിഷേധാത്മകമായ ആ വാദത്തോട് ഇങ്ങനെ തിരിച്ചടിക്കുന്നു. ഇത് അള്ളാഹുവിൻ്റെ സത്യവാഗ്ദാനമാണ്. അള്ളാഹു എന്തെങ്കിലും വാഗ്ദാനം നൽകിയാൽ അത് ഒരു നിലക്കും മാറുന്ന പ്രശ്നമില്ല. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.